എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു VPN എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം, എന്തിനാണ് VPN ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യമായിട്ട് VPN ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് evpn.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് നമ്മൾ കയറേണ്ടത്. സാധാരണഗതിയിൽ ഈ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരെ വെബ്സൈറ്റിലേക്കാണ് വരേണ്ടത്. അതായത് evpnന്റെ വെബ്സൈറ്റിലേക്കാണ് വരേണ്ടത്. ഇത് കേരള സ്റ്റേറ്റ് IT മിഷൻ എന്ന എംബ്ലം ഉണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ വരേണ്ടത്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് വെറും VPN എന്ന് മാത്രമേ ചിലപ്പോൾ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെബ്സൈറ്റ് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് IT മിഷന്റെ തന്നെ VPN എന്ന് പറയുന്ന സൈറ്റ് ഇതിലേക്ക് റീഡയറക്റ്റ് ആയി പോവുകയും അവിടെ നിന്നും നമുക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും. ഞാനീ പറഞ്ഞത് കമ്പ്യൂട്ടർ അവയർനെസ് അത്ര കണ്ടില്ലാത്ത ഒരാളിൻ്റെ ഒരവസ്ഥയെ പറ്റിയാണ്. ഇത്തിരി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവരപ്പോഴേ തന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് ഈ IP അഡ്രസ്സ് ശ്രദ്ധിച്ചിട്ട് അത് evpn എന്നങ്ങാക്കി മാറ്റി കൊടുത്തോളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് evpn.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വിൻഡോസ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിൻഡോസിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയല് ഡൗൺലോഡായി കിട്ടുന്നതാണ്. ഇനി ഉബുണ്ടുവിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഉബുണ്ടു ക്ലിക്ക് ചെയ്ത് ഡെബ് ഫയല് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഉബുണ്ടുവിൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേറെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഉപയോഗിച്ച് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് നോക്കുന്നത്. ഡൗൺലോഡ് ചെയ്ത ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാരണഗതിയിൽ ഡൗൺലോഡ്സിലായിരിക്കും, ഞാനത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് മാറ്റി ഇട്ടതാണ്. ഡൗൺലോഡ്സിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷ് സെറ്റപ്പ് കാണിക്കും. നിർബന്ധമായിട്ടും നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കമ്പ്യൂട്ടർ നിർബന്ധമായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ ആ ഹൈ സെക്യൂർ ക്ലയൻറ്റ് ഒരു ഐക്കൺ അവിടെ ഉണ്ടാവും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. അവിടെ നമ്മൾ ഹൈ സെക്യൂർ സെർവറിൻ്റെ സ്ഥാനത്ത് evpn.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ മൗസ് മാറ്റി ക്ലിക്ക് ചെയ്യുക. മൗസ് മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാം ഒരു റീഡിങ്ങും ഒരു ഇൻസ്റ്റാളിങ്ങും ഒരു കോൺഫിഗറേഷനും നടക്കുന്നത്. യൂസർ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിമാണ് കൊടുക്കുന്നത്. VPN ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം നമുക്ക് @kerala.gov ആയിരിക്കും നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത്. പക്ഷേ VPN ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, പെൻ നമ്പർ, -ker ഇത് കൊടുത്താൽ മതി. VPN ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകത അതാണ്. അങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഇനി ചില ആൾക്കാർക്ക് പേര് കഴിഞ്ഞ് ഒരു ഡോട്ട് കാണും. ഡോട്ട് പെൻ നമ്പർ -ker എന്ന് കൊടുത്താൽ മതി. കാരണം പേരും പെൻ നമ്പരും ഉള്ള കോമ്പിനേഷൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ്. ഈ പേര് അത്ര വലിയ കോമൺ അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഡോട്ടൊന്നും ഇല്ലാതെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടിയത്. ഇനി പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക്
ഇമെയിലിലേക്ക് കയറുന്ന പാസ്വേഡ് അല്ല. അതായത് നമുക്ക് ഈ ഓഫീസിലേക്ക് കയറാൻ ഒരു മെയിൻ ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് അല്ല, evpn ഗേറ്റ്വേക്ക് ഒരു പാസ്വേഡ് ഉണ്ട്. അത് ഓരോ ജില്ലയ്ക്കും അല്ലെങ്കിൽ ഓരോ താലൂക്കിനും പ്രത്യേകമായിട്ട് കോമൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഉദാഹരണത്തിന് welcome@100, പിന്നെ state@2020, പിന്നെ കൊല്ലം@1234. ഇങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരു പാസ്വേഡ് ആയിരിക്കും തരുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ കൊല്ലത്തിന് തന്നിരിക്കുന്ന പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്ത് കയറുകയാണ്. എന്നിട്ട് റിമെമ്പർ മീ എന്ന് ഞാൻ കൊടുക്കുന്നു. പിന്നെ പാസ്വേഡ് എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തതെന്ന് വെച്ചാൽ ഓരോ ജില്ലയ്ക്കും അത് വ്യത്യസ്തമാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പാസ്വേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറാൻ പറ്റും. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറയാത്തത്. ഇനി പാസ്വേഡ് മാറ്റണമെങ്കിൽ അത് മാറ്റുകയും ചെയ്യും. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓതൻറ്റിക്കേഷനൊക്കെ കാണിക്കും, സക്സസ്ഫുള്ളി ലോഗിൻ കാണിക്കും. വിൻഡോസിൻ്റെ പ്രത്യേകതയാണ്, വിൻഡോസിൽ ഈ VPN ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം നമ്മുടെ. അപ്പം ഇതിൽ ഒരു എല്ലാ ഈ ഓഫീസ് വെബ് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ കൊല്ലത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം എന്നാണ്. അതുകൊണ്ട് കൊല്ലം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെർച്ച് കൊടുത്താൽ ഈ കൊല്ലം എന്ന് പറഞ്ഞ് കിടക്കും. ഓക്കെ, ഇത്രയുമാണ് ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫയർഫോക്സിലാണ് VPN എടുക്കേണ്ടത്. ഫയർഫോക്സ് ആണ് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ ഫയർഫോക്സ് ആണ്. ഈ വെബ് ബ്രൗസറായ ഫയർഫോക്സിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിൻ്റെ ഇതിൻ്റെ വെർഷൻ 100-ന് മുകളിലായിരിക്കണം. കണ്ടോ, ഇത് 109 ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ വെർഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ഹെൽപ്പിനകത്ത് എബൌട്ട് ഫയർഫോക്സ് എടുക്കുമ്പോൾ അവിടെ വെർഷൻ എഴുതി കാണിക്കും. എന്നിട്ട് ഇവിടെ ഫയർഫോക്സ് ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണിക്കും. ഇതാണെങ്കിൽ ഓക്കെ. 2, ഇത് ഡിഫോൾട്ട് ബ്രൗസർ ആയിരിക്കണം. സെറ്റിങ്സിനകത്ത് കണ്ടോ, ഡിഫോൾട്ട് ഉണ്ടോ, ഫയർഫോക്സ് ഈസ് കറന്റ്ലി യുവർ ഡിഫോൾട്ട് ബ്രൗസർ. ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോപ്പപ്പ് വരികയും കണ്ടിന്യൂ ടു ലോഗിൻ എന്ന ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്യും. അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ, അതായത് ഈ സാധാരണ OTP ഒക്കെ വരുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോണിൽ കവച് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഓൾറെഡി നമ്മൾ ഈ ലോഗിൻ ഐഡിയും, അതായത് നമ്മുടെ ഈ ഓഫീസിൻ്റെ ലോഗിൻ ഐഡി, ഇപ്പം യഗേഷ് 445717-KER എന്ന് ഞാൻ കൊടുത്തെങ്കിലും @kerala.gov.in എന്ന ലോഗിൻ ഐഡിയും നമുക്ക് കിട്ടിയ പാസ്വേഡ്, ആ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള പല വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. എങ്കിലും നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഞാനത് റീസെറ്റ് ചെയ്യുന്നത് ചെയ്യാം. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അങ്ങനെ റീസെറ്റ് ചെയ്ത പാസ്വേഡ് റീസെറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ അത് ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഓഫീസിൽ എടുക്കുന്നതിന് മുമ്പ് കവചിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണം. എന്നിട്ട് ഇവിടെ ആ കവച് ആപ്ലിക്കേഷൻ, കവച് NIC എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കൊടുത്താൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഒരു ഓതൻറ്റിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടെ ലോഗിൻ പ്രൊസീഡ് ചെയ്യുക. ലോഗിൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ വരുന്നതാണ് ഈ ഓഫീസിൻ്റെ സ്ക്രീൻ. ആ ഈ ഓഫീസിൻ്റെ സ്ക്രീനിൽ ഈ ഫയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോഗിനിലേക്ക് റീഡയറക്റ്റായി പോകുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റെസിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് മറ്റൊരു ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് എന്നതുമൊക്കെയുള്ള വിശദമായ വീഡിയോകൾ പുറമെ
ചെയ്യുന്നതാണ്. ഇനി ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ എല്ലാവരും VPN ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. VPN ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വില്ലേജ് ഓഫീസുകളിൽ ഈ VPN എടുക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് എന്താണ് VPN എന്നും കൂടി ഒന്ന് ഞാൻ പറഞ്ഞ് നിർത്തിക്കോട്ടെ. നമ്മുടെ ഈ ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂർഡ് വെബ് ആപ്ലിക്കേഷനാണ്. അത് ഇപ്പോൾ അലൗ ചെയ്തിരിക്കുന്നത് നമ്മുടെ KS1 എന്ന നെറ്റ്വർക്കിൽ മാത്രമാണ്. KS1 സാധാരണഗതിയിൽ കളക്ടറേറ്റുകളിലും താലൂക്കുകളിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് റവന്യൂ ഓഫീസുകളിൽ KS1 ഇല്ലാത്തത് കൊണ്ട് സാധാരണ നെറ്റിലും, അത് എല്ലാ ഓഫീസുകളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്, സാധാരണ നെറ്റിൽ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വെബ് ആപ്ലിക്കേഷൻ ആ ആക്സസിനെ ഡിനേ ചെയ്യും. അങ്ങനെയുള്ള ഡിനേ ചെയ്യാതെ അതിനെ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ നേരത്തെ കണ്ട ഈ ഹൈ സെക്യൂർഡ് ആപ്ലിക്കേഷൻ ലോഞ്ച് പാഡ്, അതായത് VPN എന്ന് പറയുന്നത്. ഈ VPN എന്ന് പറയുന്നത്. അപ്പോൾ ഈ VPN ആദ്യഘട്ടത്തിലൊക്കെ ഇതിൻ്റെ രൂപം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ അത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ VPN ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് വില്ലേജ് ഓഫീസിലും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും VPN ഇൻസ്റ്റാൾ ചെയ്യുക. VPN വഴി നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതും റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള വിവിധങ്ങളായ വീഡിയോകളും ഇതിനകത്തുള്ള സംവിധാനങ്ങളെ പറ്റിയും ഒക്കെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.